വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഈസ്റ്റർ ഡേ ആണ് കേട്ടോ. 2026 ഈസ്റ്ററാണ്. അപ്പം ഈ ഈസ്റ്റർ ഡേക്ക് പോലും ഗൈസ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ. ഈ ഒരു ഡേ പോലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഒന്നെങ്കിൽ ഫിനാൻഷ്യലാകാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇതാകാം. ഇതുപോലെ കൂട്ടുകാരൻ്റെ കൂടെ അവൻ്റെ വണ്ടിയായിട്ട് ഇലക്ഷൻ വർക്കിന് ഇറങ്ങുന്ന ഒരു പരിപാടിക്ക് നമ്മൾ ഈ പ്രാവശ്യം വന്ന് വീണു ഗൈസ്. വീടെന്ന് പറഞ്ഞാൽ നല്ല 1.5 വീക്ക് നല്ല മുട്ടം പരിപാടി. മുട്ടം പണി നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത പരിപാടി. ഭയങ്കര പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലാണ് കേട്ടോ, ഞാൻ ഒറ്റക്കയിലാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്, നമുക്ക് സഹിക്കുക. അപ്പം ഇന്നത്തെ കോൺഗ്രസിൻ്റെ കൂടെയാണ് കേട്ടോ ഗൈസ്. നമ്മൾ തിരുവഞ്ചൂർ സാറിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. തിരുവഞ്ചൂർ UDF പറക്കുന്ന പറപ്പുണ്ടോ, കൊടിയൊക്കെ പറപ്പിച്ച് നമ്മളത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. കൊടിയൊക്കെ പറക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ നമ്മുടെ കൊടി പറക്കുന്ന പറപ്പ് കണ്ടോ? UDFൻ്റെ കൊടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ പ്രാവശ്യം UDF കയറുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കയറട്ടെ. 10 വർഷം അവർ എൻജോയ് ചെയ്തില്ല, നമ്മൾ അല്ലെങ്കിൽ UDF എൻജോയ് ചെയ്തിട്ട്. ഞാനൊരു കടുത്ത കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷേ എന്തോ ഈ പ്രാവശ്യം എന്താ ഇവർ വന്നാൽ മതി എന്നുള്ളൊരാഗ്രഹം. അതിപ്പം LDF വോട്ട് ചെയ്ത എല്ലാവർക്കും ഉണ്ട് ഈ സംഭവം. അതായത് ഒന്ന് ചേഞ്ച് ചെയ്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൊരു ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് കാണാം, ഈ പ്രാവശ്യം ഇലക്ഷൻ ഇത് കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ആ ഒരു സംഭവങ്ങളൊക്കെ, അതായത് ഇപ്പറ നിൽക്കുന്നവർ ഇപ്പറ വന്ന് കുത്തുന്ന ഒരു രീതി, അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എനിക്ക് നാട്ടകം ലൊക്കേഷനാണ് വർക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, വണ്ടി ഓടിക്കുക പരിപാടികളൊക്കെയാണ്. പിന്നെ അനൗൺസ്മെൻറ്റ് വണ്ടിയാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ അർജൻറ്റ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അനൗൺസ്മെൻറ്റാണ് കിട്ടിയത് കഴിഞ്ഞു. എന്തോ പറയാനുണ്ടോ, എൻ്റെ കൂട്ടുകാരന് ഞങ്ങൾക്ക് 2 പേർക്കും പണി കിട്ടി. അവരെന്നെ വിളിച്ചപ്പോൾ ഞാനോർത്ത് അതായിരിക്കുന്നു വിചാരിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അവനെ വിളിച്ചവരും അവനോർത്തത് ഇലക്ഷൻ അർജൻറ്റാണെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേർക്കും പോസ്റ്റായി പോയി ഗൈസ്. നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. ക്യാമറയ്ക്ക് എന്ത് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ. ഓക്കെ, ദിസ് ഈസ് മൈ കാർ. കോൺഗ്രസ് വണ്ടി എല്ലാം എന്താണ്. അല്ല, നമ്മളിവിടെ ഇപ്പം നാട്ടകത്തുണ്ട് കേട്ടോ, പോളിടെക്നിക്കിൻ്റെ സൈഡിലായിട്ടാണ്. ഇതാണ് നമ്മുടെ വണ്ടി. സ്പീക്കർ സെറ്റപ്പ് ഒക്കെയാണ്, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, രാവിലെ ഫുൾ പോസ്റ്റാണ്. ജനറേറ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട്. പക്ഷേ ഈ പണ്ടാലും സ്റ്റാർട്ടാകുന്നില്ല ഗൈസ്. എനിക്ക് വയ്യ, എനിക്ക് അടിച്ചടിച്ച് മടുത്ത്. ഇതിൻ്റെ ചേട്ടന്മാരുണ്ട്, കോൺഗ്രസ്സിലെ ആൾക്കാരുണ്ട്, ആ പുള്ളിനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെയാണ് കേട്ടോ. അല്ല, എൻ്റെ ടൈം ഇത് തന്നെയാണ്, പക്ഷെ അവരാരും ഇതുവരെ വന്നിട്ട്, അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ നേരത്തെയാണ്. സോ എന്താ പറയാനാ, പല്ലക്കെട്ടാണ് ഗൈസ്. വീട്ടിൽ നല്ല ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ തിന്നാൻ പറ്റും. ഇന്ന് മിക്കവാറും കൂട്ടാൻ്റെ വീട്ടിൽ പോലുള്ള ഫുഡിങ്ങേ പറ്റത്തുള്ളൂ. എനിക്കതിന് കഴിച്ചാൽ ഞാൻ അവസ്ഥയിലായിപ്പോയി ഗൈസ്, അവസ്ഥയിലായിപ്പോയി. എന്നാ ഉണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഈസ്റ്ററൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പൊളിക്കുന്നുണ്ട്. ഈ 2026 വർഷം എങ്ങനെയുണ്ട്? 2026 വർഷത്തിൽ ആദ്യമേ നമ്മൾ ചെയ്ത വ്ളോഗെല്ലാം വ്ളോഗാണ് കേട്ടോ. എങ്ങോട്ടൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ പ്രതീക്ഷയുണ്ട്, എന്നാലും എവിടെയൊക്കെയോ ഒരു തകരാറുള്ള പോലെ. ടോട്ടലി പ്രോബ്ലംസ് ആണ് ഗൈസ്. പ്രോബ്ലംസ് മാത്രമുള്ള ഗൈസ്. ഒരു സന്തോഷമുള്ള ഒരു കാര്യം പോലും നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റണില്ലോ എന്ന് ഓർത്തിട്ടൊരു സങ്കടം. പറ്റും, പറ്റണമല്ലോ. ബ്ലാഡി ഷിറ്റ് ഗൈസ്. നമ്മളെ ശാസ്ത്രോടുള്ള ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പാട്ട് വെച്ചിറങ്ങാനുള്ളത്? എന്താ വെറുതെ ഇഷ്ടമില്ലാതെ ഇന്ന് ഇറങ്ങിയതാണ്. സത്യം പറയാലോ, ഇന്ന് ഇഷ്ടമില്ലാതെ ആദ്യമായിട്ടൊരു ജോലിക്ക് വരാം. ഇന്നലെ ഭയങ്കര മടുപ്പായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ ശരിക്കും ശോകമായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പം എനിക്ക് കാണുന്നു. അതിനെന്തേ വണ്ടി സ്റ്റാർട്ടാക്കി ഇനിയിപ്പോൾ പോണേ കോട്ടയം ശാസ്ത്ര റോഡാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്. കോൺഗ്രസിൻ്റെ മെയിൻ ഓഫീസ് ശാസ്ത്ര റോഡാണ്. അപ്പോൾ അവിടെ ചെല്ലണം. എന്നാ മീറ്റിങ്? ഞാനതിന് കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ചുമ്മാ
കാരണം വടി ഒരു അപ്പം ഞാൻ അങ്ങോട്ട് പോകട്ടെ കേട്ടോ. ഓഫ് ടു ശാസ്ത്ര റോഡ്. ഈ പുള്ളിനെ ഇനി വിളിക്കണം, ചാണ്ടി, ജോൺ ചാണ്ടി. ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പുള്ളിക്കാരനാണ് എൻ്റെ കൂടെ ആരെയാണ് വിടുന്നതെന്നുള്ളത്. ഇന്നലെ ഒരു പുള്ളിക്കാരനെ വിട്ടു, എൻ്റെ പൊന്നെണ്ണ ഫസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു, ഭയങ്കര പോസ്റ്റായിരുന്നു. ജോൺ ചാണ്ടി അവൻ ആ പുള്ളിക്കാരനാണുള്ള ഊടുവഴിയെല്ലാം കയറ്റി ആ പട പ്രശ്നം. ഇപ്പോൾ അതെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഓഫീസിലാണ്, കോട്ടയത്തെ ഓഫീസിലാണ്. അപ്പോൾ അവിടുത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ ഉണ്ട്, ഇതിൻ്റെ മെയിൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു പോസ്റ്റായിട്ട്. ഗൈസ് നമ്മളിപ്പം ഇറങ്ങി. ഇതാണ് നമ്മുടെ ഒരു വണ്ടി ഉണ്ടോ, തിരുവനന്തപുരം സാറിൻ്റെ ഓഫീസ് ഗൈസ്, ശാസ്ത്രമാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം വണ്ടി ഇന്ന് അതിൻ്റെ ജനറേറ്റർ സ്റ്റാർട്ടാകുന്നില്ല, അപ്പോൾ ചേട്ടൻ സ്റ്റാർട്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കുവാണ്. ഓക്കെ, ഓഫായി പോവാണേ, ഓഫായി പോവാം. ഇന്നലെ എങ്ങനെയായിരുന്നു? പെട്രോൾ ഉണ്ട് നോക്കിയേ ഇല്ലേ? ഇന്നലെ ഈ അവസ്ഥയായിരുന്നു. ഇന്നലെ അവൻ കുറേ ഇടന്ന് അടിച്ചടിച്ച്, ഇന്ന് അവനില്ലായിരുന്നേ. ഞാൻ കുറേ അടിച്ചിട്ട് എനിക്കങ്ങോട്ട് സെറ്റാകുന്നില്ല, ഓഫായി പോയി ദേഷ്യം വന്നു, ഞാൻ പിന്നെ നിർത്തി. നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ ജനറേറ്ററൊക്കെ വെച്ച് വണ്ടി ചാടിച്ചിരിക്കുന്നു. ഓടാൻ തുടങ്ങിയിട്ട് വേറെ കളിക്കാരനെ വിളിക്കണം, ചാണ്ടിച്ചായനെ വിളിക്കണം, റോട്ടിലൊക്കെ പോകണമെന്നൊക്കെയാണ്. മിക്കവാറും ഞങ്ങൾ ഇന്നും കൂടെ കാണത്തുള്ളൂ. ഭയങ്കരമായിട്ട് ഷോപ്പ് പരിപാടി, മിക്കവാറും ഇന്നും കൂടെ കാണാൻ ഞാൻ വേറെ ജോലിക്ക് പോയാൽ ആ ഒരു എല്ലാവരും പരിസ്ഥിതി, കായികം, സാംസ്കാരിക വകുപ്പുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന കേരളത്തിന്റെ അക്ഷരനഗരിയിലെ ചേർത്തേട്ടൻ്റെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടുത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകാൻ വേണ്ടി കയറിയതാണ് ഞാൻ. വിശന്നിട്ട് വയ്യ. രാവിലെ 7 മണിയായപ്പോൾ ഇല്ലേ, 7:15 കഴിച്ചാണ് പാലപ്പം. ഞങ്ങളുടെ അവിടുത്തെ പാലപ്പം പൊങ്ങിയില്ല, സെറ്റായില്ല. ശോകപ്പാലപ്പം. അപ്പോൾ ഗൈസ് നമ്മളിതേ ശരത്തേട്ടൻ്റെ വീട്ടിൽ വന്നു. ശരത്തപ്പാപ്പിയുടെ വീട്ടിൽ വന്ന് ബീഫ് കറിയുണ്ട്, അതുപോലെ തന്നെ പാലപ്പമുണ്ട്, നല്ല പൊങ്ങിയ പാലപ്പം. ഇത് കഴിക്കുമ്പോൾ അമ്മയ്ക്ക് കലിപ്പിടിക്കും. അവിടുത്തെ പാലപ്പം പൊങ്ങിയില്ലേ, ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം. ഇത് മമ്മി എനിക്ക് ഉണ്ടാക്കി തന്നേക്കാണ്. ഇത് കഴിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കലിപ്പിടിക്കും, ഉറപ്പാ. അല്ല ഇത് വ്ളോഗാണ്, വ്ളോഗ യൂട്യൂബിലിടാൻ, യൂട്യൂബിൽ അമ്മേനെ കയറ്റും കേട്ടോ. അപ്പം കുറേ നാളായിട്ട് ഒരു വ്ളോഗൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ അമ്മയാണ് കറി വെച്ചാരാടാ, ശരത്തേണ്ണയാണ് ഈ ബീഫ് കറിയുടെ ഓണർ. ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. അപ്പം രണ്ടുപേരും കൂടെ വെച്ച ബീഫ് നമ്മളിങ്ങനെ എടുത്തിട്ട് കുറച്ച് പൊതിഞ്ഞങ്ങോട്ട് എടുത്ത് കിട്ടുന്നില്ല, പൊതിഞ്ഞങ്ങോട്ട് എടുത്തിട്ട് കഴിച്ച് നോക്കുകയാണ്. ശരത്തേട്ടൻ്റെ കറി കൊള്ളാം, രുചിയുണ്ട്, വായിന്ന് വെള്ളം ഊറുന്നു കഴിച്ചു. അമ്മ ചിരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നാട്ടകം പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റ് റോഡ്, അപ്പം ആ റൂട്ടിൽ വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ആറ്റിൻ്റെ തീരമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് റോഡ് നിൽക്കുന്നത്, ഇവിടെ വരെ ഒരു റോഡ്. അപ്പോൾ ഞാനിപ്പം ഇവിടെ വന്ന് കുറച്ച് നേരം നമ്മുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതേ കുറച്ച് നേരം ഓഫാക്കി. ഇപ്പോൾ എല്ലാവരും നട്ടുച്ചയ്ക്ക് നല്ല ഫുഡ് അടിച്ചിട്ട് ആൾക്കാരൊക്കെ ഉറങ്ങുന്ന ടൈമായിരിക്കും ഗൈസ്. വെറുതെ എല്ലാവരും ഉറക്കം കളഞ്ഞ് വെറുതെ എന്നെയും രാക്കും തെറിയും വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. ഓഫ് ചെയ്തപ്പോൾ തന്നെ കോളും വന്നു. ഇതാണ് കുറേ ഇതിനകത്ത് ഇടയ്ക്ക് കുറേ ആൾക്കാരുണ്ട്, അവന്മാരെല്ലാം അങ്ങോട്ടും വിളിച്ചു വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞു. കുറച്ച് നേരം വണ്ടി നിർത്തി, ഇനി ജസ്റ്റ് ആറ്റുതീരം വരെ നടക്കണം എന്ന് തീരുമാനത്തിൽ.
ആറ്റുതീരം വരെ ഒന്ന് പോയിട്ട് നമുക്ക് വരാം. നമ്മുടെ വണ്ടി ഇതാണ്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. നമ്മുടെ വണ്ടി ഇതാണ്. വണ്ടി സെറ്റായിട്ട് ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും ഉച്ചയുറക്കമായിരിക്കും ഫുള്ള്. ഞാൻ അതേ ചുമ്മാ അങ്ങോട്ടൊന്ന് ആറ്റുതീരം വരെ നടന്ന് ഉച്ച നേരം ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് പോയി. ഭയങ്കര മടുപ്പാണ് ഗൈസ്. ഒരപ്പനും മോനുമാണ് കേട്ടോ. അപ്പൻ മോൻ്റെ ഫോട്ടോ കൊടിയുടെ മുമ്പിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. എന്നോട് വന്ന് പാലങ്ങൾ നിർമ്മിച്ച വൈദ്യുതി സൗകര്യം വർദ്ധിപ്പിച്ച അടക്കം നമുക്ക് നെല്ല് സംഭരണത്തിന് ഊർജം പകർന്ന ഐക്യ ജനാധിപത്യ മുന്നണിയല്ലാതെ മറ്റൊരു പാർട്ടിയുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ പ്രദേശവാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിജയം അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രദേശവാസികൾ പൂർണ്ണമായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് നമ്മൾ നമ്മുടെ തിരുവഞ്ചൂർ സാറിനെ കണ്ടു. അപ്പം പര്യടന ടൈമാണ് കേട്ടോ. കഴിഞ്ഞ് പുള്ളി പോയി. അപ്പം ഞാൻ താണ്ട് ഇവിടെ സിമെൻ്റ് പോലെ ബൈപ്പാസിലുണ്ട്. ചുമ്മാ ഇങ്ങനെ നിൽക്കുവാണ്. നമുക്ക് നമ്മുടെ റൂട്ട് ഇവിടം വരെ ഉള്ളൂ. നമ്മുടെ അതിർത്തിയാണ്. അപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോകാനുള്ള റൂളില്ലെന്നല്ല, നമുക്ക് അപ്പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. വണ്ടി ഇവിടെ ഇട്ടുകൊണ്ട് കാനാവിൽസ് കിടപ്പുണ്ട്. ഇങ്ങനെ സിമെൻ്റ് പോലെ റൂട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ എല്ലാം കൃഷി കഴിഞ്ഞ് കൃഷിയായിരുന്നു, കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി ചായ വല്ലതൊക്കെ കുടിക്കട്ടെ. ഭയങ്കര ഒരു വല്ലാഴിക. അപ്പോൾ ചായ ഒക്കെ കുടിച്ചൊന്ന് സെറ്റാകട്ടെ ഗൈസ്.